നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇബ്രാഹിമ കൊനാറ്റയെ സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നു. അതിനുള്ള നീക്കങ്ങൾക്ക് ക്ലബ്ബ് റെഡിയാണ് എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഥന കോപ്പി കാര്യം കഴിഞ്ഞ ദിവസം കൂടുതൽ വിശദമായിട്ട് പുറത്തുവിട്ടു. താരത്തിനും താല്പര്യമുണ്ടെന്നാണ് റിപ്പോർട്ട്. ലിവർപൂളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അടുത്ത സീസണിൽ അവസാനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ ഒരു പക്ഷേ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ താരത്തെ വിൽക്കാൻ ലിവർപൂൾ തുനിഞ്ഞേക്കാം. അതിനാണ് ഒരു സാധ്യതയുള്ളത്. അത് മുതലെടുക്കാനാണ് റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ അത് സംഭവിച്ചില്ലെങ്കിൽ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ഫ്രീ ഏജൻ്റായിട്ട് താരത്തെ എത്തിക്കാനും റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ റയൽ മാഡ്രിഡിന് താരത്തിൽ വലിയ താല്പര്യമുണ്ട് എന്നാണ് റിപ്പോർട്ട്. കൊനാറ്റെ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ജോയിനിങ് റയൽ മാഡ്രിഡ്. അതും കൺഫേംഡ് ആയിട്ടാണ് പറയുന്നത്. കൊനാറ്റയ്ക്കും റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. റയൽ മാഡ്രിഡ് ഈ സമ്മറിലാണ് താരത്തെ കൊണ്ടുപോകുന്നതെങ്കിൽ 20 മുതൽ 25 മില്യൺ യൂറോ വരെ കൊടുക്കാൻ തയ്യാറാണ്. അതാണ് ആ റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 20-25 മില്യൺ യൂറോക്ക് അദ്ദേഹത്തെ എത്തിക്കാനാണ് റയൽ ആഗ്രഹിക്കുന്നത്. ലിവർപൂളിനാണെങ്കിൽ അറൗണ്ട് 50 മില്യൺ യൂറോ വേണമെന്നാണ് ആവശ്യം. ലിവർപൂൾ താരത്തെ സ്വന്തമാക്കാൻ അതായത് താരത്തെ വിൽക്കണമെങ്കിൽ 50 മില്യൺ യൂറോ കിട്ടണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്ന് കൂടി സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും കൂടുതൽ ഡിഫൻസ് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് റയലിൻ്റെ നിലവിലെ ഒരു ഉദ്യമം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊനാറ്റയിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 26-കാരനായിട്ടുള്ള താരം ഫ്രാൻസിന് വേണ്ടി ഓൾറെഡി 23 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ്. RB ലീപ്സിഗിൽ നിന്ന് 2021 അദ്ദേഹം ലിവർപൂളിലേക്ക് ജോയിൻ ചെയ്തത്. എന്തായാലും സെൻറ്റർ ബാക്കായ താരത്തിനായിട്ട് റയൽ മാഡ്രിഡ് നീക്കങ്ങൾ നടത്തുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് എത്താം.